വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച അത്രത്തോളം ബുദ്ധിമുട്ട് വന്നില്ല. പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എസ്പെഷ്യലി SA പാർട്ട് 2 വെയിറ്റേജ് 3 വെയിറ്റേജിലൊക്കെ. ഓക്കെ, കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് പേപ്പർ വന്നിട്ടുള്ള MCOM ഡിഗ്രി റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ സെക്കൻഡ് സെമസ്റ്റർ സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ് പാർട്ട് A. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോസ്റ്റിംഗ്. ഈസി, നമ്മൾ എന്തെങ്കിലും പറഞ്ഞൊരു ചോദ്യം. കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ആ സെയിം കൺസെപ്റ്റ് തന്നെ. ദെൻ 2 ചോദ്യങ്ങളും ഈസി ആയിരുന്നു. അപ്പോൾ പിന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്തെങ്കിലും നോക്കാൻ പറഞ്ഞാണ്, അത് വന്നു. ബാച്ച് കോസ്റ്റിംഗ് എന്താണ്, ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ജോബ് കോസ്റ്റിംഗ്. ദെൻ അബ്നോർമൽ ഗെയിൻ എന്തായാലും ഞാൻ പറഞ്ഞ ചോദ്യം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, JAT കെയ്സൺ പറഞ്ഞാണ്. അപ്പോൾ 4 ഇതിൽ നിന്ന് കിട്ടാൻ ഒരു പാടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് വളരെ ഈസി ആയിരുന്നു. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ്റെ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ് പ്രോസസ്സിൽ നിന്ന്. പിന്നെ തിയറി, CVP അനാലിസിസ്, പാരിറ്റോ, വാല്യൂ ചെയിൻ. അപ്പോൾ അതിൽ വാല്യൂ ചെയിൻ നോക്കാൻ പറഞ്ഞു, CVP പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെ തിയറിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10, 2 തിയറി, രണ്ടാമത്തെ തിയറി അവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യമായിട്ടും. അപ്പോൾ പാറ്റേൺ കുറച്ചും കൂടി എളുപ്പമാക്കി എന്നുള്ളതാണ്, തിയറിയുടെ എണ്ണം കൂട്ടി. ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്, ഡിസ്ക്രൈബ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റർ കമ്പനി ട്രാൻസ്ഫർ പ്രൈസിങ്. അപ്പോൾ അതിൻ്റെ ഒരു തിയറി ചോദ്യമാണ് വന്നിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ABC മാനുഫാക്ചറിങ് 4 പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ട്രഡീഷണൽ മെത്തേഡ് ഫോളോഡ് ബൈ കമ്പനി ആൻഡ് ABC ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. സാധാരണ SCക്കാണ് വരാറ്. ഇത് 3 വെയിറ്റേജിൻ്റെതാണ് പ്രാവശ്യത്തെ ഒരു പ്രോബ്ലം ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12, ടാർജറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. എന്തായാലും നമ്മൾ പറഞ്ഞൊരു പ്രോബ്ലം തന്നെയാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് പ്രോബ്ലം ഉണ്ടായിരിക്കും എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 12. ദെൻ അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ 13, ജോയിൻറ്റ് കോസ്റ്റിൻ്റെ അതിൻ്റെയും പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒക്കെ എളുപ്പമാണ്. ദെൻ പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 14, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ, അതും എളുപ്പമാണ്, നമ്മൾ എന്തായാലും പറഞ്ഞൊരു ചോദ്യം. അപ്പോൾ 2 തിയറി ക്വസ്റ്റ്യൻസും ബാക്കിയൊക്കെ പ്രോബ്ലംസ് ആണ് വന്നത്. അപ്പോൾ ആ വന്ന പ്രോബ്ലംസ് ഒക്കെ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. എളുപ്പമുള്ള ടോപ്പിക്സുകളാണ്. പ്രോബ്ലം ഇതൊക്കെ നോക്കിയപ്പോൾ ഇവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ ബിസിനസ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, എസെൻഷ്യൽസ് ഓഫ് ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം, ഈസി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, അതൊക്കെ നോക്കി പോകണം എന്നുള്ളത്. ദെൻ മാർജിൻ കോസ്റ്റിംഗ്, അതും പറഞ്ഞല്ലേ, മെറിറ്റ്സ് ഡിമെറിറ്റ്സ്. ഞാൻ തിയറി 2 പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രോസസ്സിൻ്റെ SA എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ SA ഒന്ന് മാറ്റി പിടിച്ചവർ ട്രാൻസ്ഫർ പ്രൈസിങ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 18. അപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു പേപ്പർ തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. കാരണം തിയറി ചോദ്യങ്ങൾ, നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതും എളുപ്പമുള്ള ടോപ്പിക്സ്. പ്രോബ്ലംസ് പാർട്ട് ബിയിലത്തെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പ്രോബ്ലംസ് പഠിച്ചവർക്ക് അറിയാം. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നടത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.